സിനിമാ ലോകത്ത് സമീപകാലത്ത് ട്രെൻഡിംഗ് ആയ ഒന്നാണ് റീ റിലീസുകൾ. മലയാളത്തിലും മറ്റു ഭാഷകളിലുമായി നിരവധി സിനിമകൾ ഇതിനോടകം തന്നെ റീ റിലീസ് ചെയ്തു കഴിഞ്ഞു. എന്നാൽ മലയാളത്തിലേക്ക് വന്നാൽ മറ്റുള്ള ഏതൊരു നടനെ കിട്ടുന്നതിനേക്കാൾ വലിയൊരു സ്വീകാര്യതയാണ് മോഹൻലാൽ സിനിമകൾക്ക് ലഭിക്കുന്നത്. ഒരു പുതിയ സിനിമ റിലീസ് ചെയ്തതുപോലെയാണ് മോഹൻലാലിന്റെ റീ റിലീസ് സിനിമകളെ ആരാധകർ ആഘോഷമാക്കുന്നത്. മോഹൻലാലിന്റെ റീ റിലീസ് സിനിമകളെ ആരാധകർ തിയേറ്ററിൽ പാട്ടും നൃത്തവും ഒക്കെ ആയിട്ട് ആഘോഷമാക്കുന്ന വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ട് മാറിയിട്ടുള്ളതുമാണ്. മോഹൻലാലിന്റേതായി ഒടുവിൽ റീ റിലീസ് ചെയ്ത സിനിമയാണ് ഛോട്ടാ മുംബൈ. ഇതുവരെ മോളിവുഡിൽ വീണ്ടും റിലീസ് ചെയ്ത സിനിമകളുടെ റെക്കോർഡുകൾ തകർക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഛോട്ടാ മുംബൈ. റിപ്പോർട്ടുകൾ പ്രകാരം റിലീസ് ചെയ്ത 5 ദിവസത്തിൽ 2.60 കോടിയാണ് ആഗോളതലത്തിൽ ചിത്രം ഇതുവരെ നേടിയിരിക്കുന്നത്. ഛോട്ടാ മുംബൈ തിയേറ്ററുകളിൽ ആവേശം സൃഷ്ടിക്കുന്നതിനിടെ മോഹൻലാലിന്റെ മറ്റു ചില സിനിമകളും റീ റിലീസ് ചെയ്യണമെന്ന ആവശ്യവുമായി ആരാധകർ രംഗത്ത് വരുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഇതേ ആവശ്യം ഉന്നയിച്ച് പ്രശസ്ത സംവിധായകരും എത്തുന്നു എന്നതാണ് കൗതുകം ഉണർത്തുന്നത്. ഈ അവസരത്തിൽ മോഹൻലാലിന്റെ ബ്ലോക്ക് ബസ്റ്ററുകളിൽ ഒന്നായ 20-ാം നൂറ്റാണ്ട് റീ റിലീസ് ചെയ്തിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുന്നത് പ്രശസ്ത സംവിധായകൻ ഒമറാണ്. താൻ ഏറ്റവും കൂടുതൽ തവണ കണ്ട സിനിമയാണ് 20-ാം നൂറ്റാണ്ടെന്നും എത്ര കണ്ടാലും അടുക്കാത്ത സിനിമയാണ് ഇതെന്നും ഈ സിനിമ ഒന്ന് റിമാസ്റ്റർ ചെയ്തത് 4K ഡോൾബിയിൽ റീ റിലീസ് ചെയ്തിരുന്നെങ്കിൽ എന്നാണ് ഒമർ കുറിച്ചത്. മോഹൻലാലിന്റെ കരിയറിലെ ഏറ്റവും ശ്രദ്ധേയമായ വേഷങ്ങളിൽ ഒന്നായിരുന്നു 20-ാം നൂറ്റാണ്ടിലെ സാഗർ ഏലിയാസ് ജാക്കി. മോഹൻലാൽ എന്ന നടനെ സൂപ്പർ താരമാക്കിയതിൽ പ്രധാന പങ്ക് വഹിച്ച ചിത്രം കൂടിയാണിത്. ഇന്നും 20-ാം നൂറ്റാണ്ടും അതിലെ പേരുകളും നാർക്കോട്ടിക് ഈസ് ദി ഡേർട്ടി ബിസിനസ് എന്ന ഡയലോഗും പ്രേക്ഷകർക്കിടയിൽ സംസാരമാകാറുണ്ട്. സാഗർ ഏലിയാസ് ജാക്കി റീലോഡഡ് എന്ന പേരിൽ 20-ാം നൂറ്റാണ്ടിന്റെ 2ാം ഭാഗവും പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിയിരുന്നു. ജാക്കിയുടെ 2ാം വരവും ആരാധകർ ആഘോഷമാക്കി മാറ്റിയതുമാണ്. എന്തായാലും സിനിമ തിയേറ്ററുകളിൽ വീണ്ടും എത്തുമോ ഇല്ലയോ എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു.